സേവനം തന്നില്ല, പണം നൽകിയത് ബന്ധത്തിന്റെ പേരിൽ. പിണറായി വിജയനും മകൾ വീണ വിജയനും കുരുക്കായി ശശിധരൻ കർത്തയുടെ മൊഴി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ കൈക്കണ്ടിക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുരുക്കായി ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴി. പിണറായിയുമായുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്കും പണം നൽകിയതെന്ന് കർത്ത മൊഴി നൽകി. വീണയോ എക്സാലോജിക്കോ CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഏപ്രിൽ 17 ED രേഖപ്പെടുത്തിയ മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ ഏകദേശം 2.25 കോടിയോളം രൂപയാണ് വീണയ്ക്കും എക്സാലോജിക്കിനുമായി CMRL നൽകിയത്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് ഈ പണം കൈമാറിയതെന്ന് ED കണ്ടെത്തി. സേവനങ്ങളൊന്നും നൽകിയിരുന്നില്ലെന്ന കാര്യം വീണ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന കാര്യവും ED റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മുൻപ് ചോദ്യം ചെയ്തപ്പോൾ താൻ നേരിട്ട് ഗൈഡൻസ് നൽകുകയായിരുന്നുവെന്ന് വീണ പറഞ്ഞിരുന്നെങ്കിലും ഇതിന് തെളിവായി ഇമെയിലുകളോ മറ്റു രേഖകളോ അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും എന്ന നിലയിലായിരുന്നു പണമിടപാട്. കൂടാതെ ശശിധരൻ കർത്തയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 50 ലക്ഷം രൂപയുടെ ലോണും നൽകിയിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു. 2014-2015 കാലഘട്ടത്തിൽ നഷ്ടത്തിലായിരുന്ന എക്സാലോജിക് കമ്പനിക്ക് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് CMRLുമായി കരാറിൽ ഏർപ്പെടാൻ കഴിഞ്ഞതെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. കേസുമായി ബന്ധപ്പെട്ട് CMRLന്റെ 242 അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. വീണ വിജയന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ നേരത്തെ ED മരവിപ്പിച്ചിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ മാസപ്പടി കേസിൽ വലിയ വഴിത്തിരിവ് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയന്റെ കുരുക്ക് മുറുകുമെന്ന് തന്നെയാണ് സൂചനകൾ. മാസപ്പടി കേസിൽ EDയുടെ കുരുക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വീണയുടെ കമ്പനിയെ ചുറ്റിപ്പറ്റി മാത്രം നിന്നിരുന്ന അന്വേഷണം ഇപ്പോൾ സാക്ഷാൽ പിണറായി വിജയന്റെ മുന്നിലെത്തി നിൽക്കുന്നു. കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് ശശിധരൻ കർത്തയുടെ മൊഴിക്ക് പിന്നാലെ വന്നിരിക്കുന്നത്.